അപകടത്തിൽപ്പെട്ട കപ്പലും കണ്ടെയ്നറുകളും കടലിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. ആവശ്യമായ അനുമതികളുള്ള കപ്പൽ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിലെ കണ്ടെയ്നറുകളിൽ 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഒരെണ്ണത്തിൽ റബ്ബർ കെമിക്കൽസുമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം. അപകടത്തിൽപ്പെട്ട കപ്പലിലെ ഇന്ധനം നീക്കുന്നതിന് മുൻതൂക്കം നൽകും. ഇതിനായി മുംബൈയിൽ നിന്ന് വിദഗ്ധ സംഘം എത്തുമെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. Currently we are doing, there is no oil slick has reached shore thanks to the efforts of the Indian Coast Guard, but currently the cleanup is happening mainly with respect to the plastic pellets. Some containers got opened that washed ashore in Trivandrum coast. With respect to on-site, that is where near the ship is sunk, there are teams which are being mobilized. There are 2 salvage masters. The next operation is the removal of oil from the sunken vessel. Just to assure you that so far there is no spill as such occurred from the vessel. Some traces of oil only is seen on the surface, which is being cleaned up by the Coast Guard. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആദ്യം ഈ അപകടമുണ്ടായത് എങ്ങനെയെന്നതിൽ ഇന്നൊരു വിശദീകരണം വീണ്ടും നൽകുന്നുണ്ടോ? മറ്റൊന്ന്, ഈ കണ്ടെയ്നറുകളെ ചൊല്ലിയുള്ള ആശങ്കയാണ്. എത്രത്തോളം ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം നിലവിലുണ്ട്? ഒപ്പം ഈ ഇന്ധനം നീക്കുന്നതിനായിട്ടുള്ള നടപടികൾ എപ്പോൾ ആരംഭിക്കും? പൂർവ്വസ്ഥിതിയിലേക്ക് എപ്പോൾ തീരവുമൊക്കെ ആയി കഴിയുമെന്നുള്ളതാണ് ഈ ഷിപ്പിംഗ് മന്ത്രാലയം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം. ഒന്നാമതായി, ഉണ്ടായത് ഒരു വലിയ അപകടമാണ് എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അപകടം തന്നെയാണ്, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഇല്ല എന്ന് തന്നെയാണ് ഷിപ്പിംഗ് മന്ത്രാലയം നടത്തിയ അന്വേഷണങ്ങളിൽ, ഇതേവരെയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് അവർ വ്യക്തമാക്കുന്നത്. ഒന്നുകിൽ കപ്പലിന് യന്ത്ര തകരാർ ഉണ്ടായി കാണാം, അതല്ലെങ്കിൽ കപ്പലിലെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചതിലെ അപാകത കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ള നിഗമനത്തിലാണ് ഷിപ്പിംഗ് മന്ത്രാലയം എത്തി നിൽക്കുന്നത്. ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥരും വിവിധ അന്വേഷണ ഏജൻസികളുടെ നാവികസേന, തീരസംരക്ഷണ സേന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമാണ് ഇന്ന് കൊച്ചിയിൽ യോഗം നടത്തിയത്. ഈ യോഗത്തിന് ശേഷം ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത് അനുസരിച്ചാണ് എങ്കിൽ ഒരുപക്ഷെ യന്ത്ര തകരാർ ഉണ്ടായിരുന്നിരിക്കാം, അതല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചതിൽ അപാകതകൾ ഉണ്ടായിരിക്കാം. അതേസമയം ഈ കപ്പൽ കിടക്കുന്ന ഭാഗത്ത് നിന്ന് കണ്ടെയ്നറുകൾ, കപ്പൽ, ഒപ്പം ഇന്ധനം എന്നിവ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഇന്ധനം നീക്കം ചെയ്യുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. കൂടാതെ തന്നെ കപ്പലും ഒപ്പം കണ്ടെയ്നറുകളും നീക്കം ചെയ്യുകയും ചെയ്യും. ഇതിനുവേണ്ടി മുംബൈയിൽ നിന്ന് പ്രത്യേക സംഘം തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സംഘാംഗങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. പറ്റിയാൽ ജൂലൈ മാസം 3-ാം തീയതിക്കകം പൂർണ്ണമായും ഇവയെല്ലാം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കപ്പലിലെ ഇന്ധനം നീക്കുന്നതിന് പ്രഥമ പരിഗണന, പിന്നീട് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യും, പിന്നീട് കപ്പൽ നീക്കം ചെയ്യും. ഏതെങ്കിലും സാഹചര്യവശാൽ ഈ പറയുന്നതിൽ കപ്പലിൻ്റെ ഏതാനും ഭാഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറുകളോ നീക്കം ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അവ സുരക്ഷിതമായ രീതിയിൽ അവിടെ തന്നെ സംസ്കരിക്കാൻ എന്ത് ചെയ്യാമെന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസികളുമായി ഉൾപ്പെടെ കൂടിയാലോചന നടത്തുകയും ചെയ്യും. അതേസമയം മുങ്ങിയ കണ്ടെയ്നറുകൾ പ്രദീപിലേക്കും അതിഥികളിലേക്കും ഈ വിഷയത്തിലേക്കും തന്നെയാണ് നമ്മൾ തിരികെ എത്തുക. ഞാൻ ആദ്യം ശ്രീ പ്രകാശ് ഷെയറിലേക്ക് കൂടി പോവുകയാണ്. ഷിപ്പ് എക്സ്പേർട്ട് ആണ്. ഒപ്പം തന്നെ ചാൾസ് ജോർജ് മത്സ്യത്തൊഴിലാളിയെ നമുക്കൊപ്പമുണ്ട്. ശ്രീ പ്രകാശ് ഷെയർ, നിലവിലിപ്പോൾ ആദ്യഘട്ടം നമ്മൾ ചെയ്യേണ്ടതോ, കപ്പൽ അപകടമുണ്ടായതിനെ ചൊല്ലി വരെ വലിയ ആശങ്കയും സംശയവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാധാരണമായിട്ടുണ്ടായ അപകടമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്ധനം നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് ആദ്യം ചെയ്യുക എന്നും പറയുന്നു. അതിന് എത്ര കാലതാമസം വേണ്ടിവരും? എങ്ങനെയായിരിക്കും നമ്മുടെ മുമ്പിലുള്ള ഓരോ ഘട്ടവും? ഇന്ധനം നീക്കുന്നത് ഒരു ടെക്നിക്കൽ ആംഗിളിലുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മഴയും ഇവിടുത്തെ ഈ സീസൺ ഇങ്ങനെ ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി എന്ന് പറയാം. എന്നിരുന്നാലും ഏകദേശം ഈ പറഞ്ഞ പോലെ 1 മാസത്തിനുള്ളിൽ ഇതെല്ലാം തന്നെ ഇന്ധന ടാങ്ക് എടുക്കണമല്ലോ നമുക്ക്. അത് മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ വന്ന് അത് എടുക്കാൻ ഏകദേശം 1 മാസത്തിനുള്ളിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കലി അതിപ്പോ എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ടെക്നിക്കൽ ആളുകൾ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ സാർ, പറയൂ. അപ്പൊ അത് ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ടെക്നിക്കൽ ആളുകൾ വന്ന് അവര് പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും 1 മാസത്തിനുള്ള അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലേറ്റസ്റ്റ് കുറെ ടെക്നോളജികൾ ഉണ്ട് എല്ലാ ഭാഗത്തും, ലോകത്തെമ്പാടും ഉണ്ട്. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇനിയും കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുണ്ട്. അതിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം പ്രശ്നമുള്ളതാണ്?
കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നില്ല, വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് സലൈൻ വാട്ടർ ആണെങ്കിലും അത് ഗ്യാസ് ഫോം ചെയ്യണം. പക്ഷേ ഈ കണ്ടെയ്നറിലുള്ള നേരെ സ്റ്റഫ് ചെയ്യുന്നതല്ല, ഇതൊരു ഡ്രമ്മിലായിട്ടാണ് ഇത് സ്റ്റഫ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഡ്രമ്മിന്റെ സ്ട്രെങ്തിനനുസരിച്ചിട്ട് അത് നിലനിൽക്കും. സാധാരണഗതിയിൽ ഇതിന് ഈ വെള്ളത്തിന്റെ അടിയിലുണ്ടാവും. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറച്ച് കണ്ടെയ്നേഴ്സ് ടോപ്പ് സ്റ്റോ ഉണ്ടായിരുന്നു, കുറച്ച് കണ്ടെയ്നേഴ്സ് അണ്ടർ ഡെക്ക് സ്റ്റോറേജ് ഉണ്ടായിരുന്നു. അപ്പൊ അണ്ടർ ഡെക്കിലുള്ള കണ്ടെയ്നേഴ്സ് വെള്ളത്തിന്റെ അടിയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അത് ഈ ഒന്നൊന്നായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ, ആ കണ്ടെയ്നർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഈ എന്താ പറയാ അതിൻ്റെ ഉള്ളിലുള്ള ഈ രാസവസ്തു പുറത്തേക്ക് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. ഇതെല്ലാം ഡ്രമ്മിലായതുകൊണ്ട് സേഫ് ആയിട്ട് ഉണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ. ജനറലി ഈ കണ്ടെയ്നേഴ്സ് വെള്ളത്തിന്റെ അടിയിൽ കടന്നു കഴിഞ്ഞാൽ കണ്ടെയ്നറിന്റെ അടി ഈ പ്ലൈവുഡും വുഡും എല്ലാം ചേർന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് ദ്രവിച്ച് അതിൽ നിന്നും ഈ സാധനം പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അടിയിലുള്ള ഈ അണ്ടർ വാട്ടർ കറണ്ട് ഉള്ളത് കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ട് അത് പൊട്ടി വരാൻ ചാൻസസ് ഉണ്ട്. എന്നിരുന്നാൽ ഡ്രമ്മ് നമുക്കൊരു സേഫ്റ്റി മെഷർ എന്ന് പറയാൻ പറ്റും നമുക്ക്. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കണ്ടെയ്നറുകൾ ഇത് പൂർണ്ണമായി അടച്ചുറപ്പുള്ളതായിരിക്കുമല്ലോ, അതെങ്ങനെയാണ് ഈ പെട്ടെന്ന് പൊട്ടുന്നത്? അതായത് അങ്ങ് ഇപ്പൊ പറഞ്ഞ പോലെ ദ്രവിച്ചു ഉണ്ടാവുന്ന തരത്തിൽ അത് പൊളിഞ്ഞു വരുന്നത് കുറച്ച് സമയമെടുത്തതിന് ശേഷം ഉണ്ടാവുന്നതാണ്, പക്ഷെ ഇത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഇത് തുറന്നു പോരുന്നത്? കണ്ടെയ്നേഴ്സില് ഒന്ന് കടലിന്റെ കടലമ്മ എന്ന് പറയുമ്പോ അത്രയും ഇതുള്ളതാണല്ലോ, അത്രയും ബലവത്തായിട്ടുള്ളൊരു ഇതാണല്ലോ നമുക്ക്. അപ്പൊ കടലിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്, നല്ല പവർഫുൾ ആയിരിക്കും ഒന്ന്. രണ്ട്, ഇതിന്റെ ഡോർസ് എല്ലാം വിഞ്ച് ഉണ്ടല്ലോ, ഡോറിന്റെ ഇജാഗിരി അതുപോലെ ഇതെല്ലാം അടച്ച് ലോക്ക് ചെയ്ത് വെക്കണതാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ അത് 4 പ്രാവശ്യം തട്ടിക്കഴിഞ്ഞാൽ വൺ ടൈം ലോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വൺ ടൈം ലോക്ക് പൊട്ടിപ്പോകാൻ വലിയ സമയമൊന്നുമില്ല. അത് പ്ലാസ്റ്റിക്കും അതുപോലെ ഇരുമ്പും ചേർന്നിട്ടുള്ളതാണ്. അത് എവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ അത് വാതിൽ തുറക്കാൻ പെട്ടെന്ന് തുറന്നു പോകും. പിന്നെ അടുത്ത് അടിയിലുള്ള അവിടെ ഇവിടെ തട്ടിമുട്ടിയാൽ പെട്ടെന്ന് അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് റോട്ടിൽ തന്നെ കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രക്ക് ആയെങ്കിൽ തന്നെ നല്ല ഫോഴ്സിൽ ഇടിക്കുമ്പോൾ അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണ് അത് പൊട്ടിപ്പോകുന്നത്. അടിഭാഗം മാത്രമല്ല, സൈഡിൽ കൂടെ എല്ലാം ഇപ്പൊ 4 സൈഡും വെന്റിലേറ്റർ ഉണ്ടാവും. ചിലപ്പോൾ വെന്റിലേറ്ററിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വെന്റിലേറ്ററിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും. അതിൽ കൂടെ ഈ വെള്ളം അകത്തേക്ക് കടന്നാലും അപ്പൊ അകത്തൊന്നും ഫോഴ്സ് ആയി കിട്ടും. അപ്പൊ അകത്തുനിന്നുള്ള ഫോഴ്സ് കൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശരി, അങ്ങയിലേക്ക് എത്താം. ശ്രീ ചാൾസ് ജോർജ് കൂടി നമുക്കൊപ്പം ഉണ്ട്, മത്സ്യത്തൊഴിലാളി പ്രതിനിധിയാണ്. ശ്രീ ചാൾസ് ജോർജ്, ഇനി നിലവിലിപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഇന്ധനം നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ അടിഞ്ഞു ചേർന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നീക്കം ചെയ്യാനായി സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനം അത് നടന്നുകൊണ്ടുമിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുൻപിലുള്ള ഒരു ആശങ്ക ഇനി എന്താണ്? ഇപ്പോ അതായത് ഈ ഓയിൽ സ്പില്ല് ചെയ്യുന്നത് എല്ലാവർക്കും ആശങ്ക തന്നെയാണ്. ഷിപ്പിംഗ് കമ്പനി എന്ന രീതിയിൽ ഷിപ്പിംഗ് കമ്പനികൾക്കും അതിന്റെ ആശങ്കകളുണ്ട്. അതേ സമയത്ത് നമുക്കിന്റെ ഒരു വലിയൊരു ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രേഡ് ഇൻഡസ്ട്രി മൊത്തം സഫർ ചെയ്തിരിക്കുകയാണ്. ഇത്രയും കാർഗോ വരുന്ന, ഇത്രയും കണ്ടെയ്നേഴ്സിന് വേണ്ടി ഇത്രയും കാർഗോന് വേണ്ടി കാത്തിരിക്കുന്ന ഇവിടുത്തെ ഇമ്പോർട്ടേഴ്സ് എല്ലാം, ഇവിടുത്തെ കൺസൈനേഴ്സ്, ഇവിടുത്തെ ഇറക്കുമതി ആളുകളെല്ലാം തന്നെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കൊണ്ടുവരുന്നത്. അപ്പൊ പൈസ ആൾറെഡി നമ്മുടെ അടുത്ത് പോയി, കാർഗോ എത്തിയതുമില്ല, ഫാക്ടറി എല്ലാം സ്റ്റില്ലായി പോകും, വർക്ക് നടക്കില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ ഈ ഓയിൽ സ്പിൽ എന്നുള്ളത് നമുക്കൊരു ടെൻഷൻ തന്നെയാണ്. അവിടുത്തെ പ്രകൃതിയെ ഇതാവുന്ന രീതിയിൽ നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് നമുക്ക് നല്ലൊരു ടെൻഷനുള്ള കാര്യം തന്നെയാണ്. അത് റിമൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ ഈ ഒരു ട്രേഡിന്റെ മേഖലയിൽ ഷിപ്പിംഗ് കമ്പനിക്കും ഇത് ബുദ്ധിമുട്ടാണ്. ഷിപ്പിംഗ് കമ്പനികളായാലും ഈ മൊത്തം ഒരു ചെയിനാണ്. ആർക്ക് തന്നെ ആയാലും ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ശൃംഖലയാണ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കൊരു ടെൻഷനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എത്രത്തോളം ഈ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾക്ക്, മത്സ്യബന്ധന മേഖലയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും അതേപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും ആ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം, അതിനുശേഷം അതിഥികളിലേക്ക് തിരികെ എത്താം. നിലവിൽ ഈ അവശിഷ്ടങ്ങൾ കൊച്ചി തീരത്തോട് ചേർന്ന് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും ഒക്കെ അതിനുള്ള ചാക്കുകെട്ടിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തെ തീരങ്ങളിൽ വീണ്ടും അടിഞ്ഞിരിക്കുകയാണ്. കോവളം മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലാണ് ഇന്നിപ്പോൾ ചാക്കുകെട്ട് അടിഞ്ഞു ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വർക്കലയിലും തുമ്പയിലും ചാക്കുകെട്ട് തീരത്തടിഞ്ഞിരുന്നു. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കാണാം, അതിനുശേഷം തിരികെ വരാം.
ഇന്ന് പുലർച്ചെ 5 മണി മുതലാണ് തിരുവനന്തപുരത്തിന്റെ ഈ തീരപ്രദേശങ്ങളിൽ ഈ കാണുന്നത് പോലെയുള്ള ചാക്കുകെട്ടുകൾ അടുങ്ങി തുടങ്ങിയിരിക്കുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖം തൊട്ട് പുഴിയൂർ വരെയുള്ള തീരങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ചാക്കുകെട്ടുകൾ വലിയ രീതിയിൽ കരയ്ക്കടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് ഈ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ഒരു നേതാവ് കൂടിയാണ്, കൃഷ്ണദാസ് ആണ്. ചേട്ടാ, ഇത് എത്രത്തോളം ദൂരമാണ് ഈ ചാക്കുകെട്ടുകൾ അടങ്ങിയിരിക്കുന്നത്? ഇത് വിഴിഞ്ഞം മുതൽ പൊഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലെല്ലാം ഈ സാധനം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. തീരത്ത് തന്നെ ക്രിസ്റ്റൽ രൂപത്തിലാണ് കിടക്കുന്നത്. അതീവ ഗുരുതരമായ രാസപദാർത്ഥങ്ങളുള്ള കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക ജനിച്ചിരിക്കുകയാണ്. ഈ കണ്ടെയ്നറിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് പോലും 3 ദിവസമായിട്ട് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കണ്ടെയ്നറിൽ എന്ത് നിറച്ചു വരുന്നു എന്നുള്ളത് ആ കണ്ടെയ്നർ നമ്പർ പ്രകാരം എന്തൊക്കെയാണ് അതിനകത്ത് എന്നുള്ളത് അറിയാവുന്നതാണ്. അപ്പൊ അത് വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ അതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, കടൽത്തീരം മുഴുവൻ ഇത് അടിഞ്ഞുകൂടിയിട്ട് ലോക്കൽ പോലീസും കോസ്റ്റൽ പോലീസും വന്ന് നോക്കിപ്പോയതല്ലാതെ എന്ത് സംവിധാനമാണ് ഉണ്ടായത്? അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രയും വേഗം ഈ കാര്യങ്ങളിൽ ഇടപെടണമെന്നുള്ളത്. അത് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ നിൽക്കുന്നത്. കാരണം ഇവിടെ ഈ പ്ലാസ്റ്റിക് ചാക്കുകെട്ടുകൾ, അതുപോലെ ഈ ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്ന സാധനം, പിന്നീട് ഈ വാഹനങ്ങളുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, വാഹനങ്ങളുടെ ബോഡിയും മറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ ചാക്കുകെട്ടുകളിൽ അടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് മനുഷ്യർക്ക് ഹാനികരമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇത് എന്തെങ്കിലും രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കടലിൽ അത്തരത്തിലുള്ള രാസവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. കോവളം തീരത്തും ഈ കാണുന്നത് പോലെ ചാക്കുകെട്ടുകളും കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും അടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തുമ്പയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ തീരപ്രദേശത്താകെ ചെറിയ തരികളായിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ അവശിഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ഈ പോളിയെത്തിലീനും പോളിപ്രൊപ്പലീനും പോലെയുള്ള സബ്സ്റ്റൻസ്, അതെല്ലാം ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ചാക്കുകെട്ടുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തീരത്ത് എവിടെ നിന്നാണോ ഈ പോർട്ടിൽ നിന്ന് കണ്ടെയ്നറുകൾ പോയത്, അതേ സ്ഥലത്തേക്ക് തന്നെ ഈ കണ്ടെയ്നർ തിരിച്ചെത്തിയ ഒരു കാഴ്ച വിഴിഞ്ഞത്ത് കണ്ടതാണ്. ഞങ്ങൾ രാവിലെ സ്റ്റോപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ 6 മണിയായി. അപ്പോൾ അത് മുതൽ കണ്ടതാണിത്. അങ്ങനെ ഇത് അണിഞ്ഞു കിടക്കുന്നു. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ചാക്കുകെട്ടുകളൊക്കെ ഒരുപാടിടത്തൊക്കെ കിടക്കുകയായിരുന്നു. അതാണ് കണ്ടത്. പോലീസ് വന്നിട്ട് എന്താണ് പറഞ്ഞത്? പോലീസ് ജസ്റ്റ് ലുക്ക് ചെയ്ത് അവർ നോക്കിയിട്ട് പോയി. അങ്ങനെ ഇവിടെ പോലീസിനൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഴുകി വന്നിരിക്കുന്നതെല്ലാം ഈ പോളിയെത്തിലീനൊക്കെ ആണ് എങ്കിൽ പോലും, പക്ഷേ നേരത്തെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വാർത്ത കണ്ടതാണ് രാസ വസ്തുക്കൾ കൂടി ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വസ്തുക്കൾ ഈ തീരത്തടിയുമോ എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ശ്രീ ചാൾസ് ജോർജ്, മത്സ്യത്തൊഴിലാളി പ്രതിനിധി, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ചാൾസ് ജോർജ്, ഇന്നും ഇങ്ങനെ തീരത്ത് വന്നടിയുന്ന കണ്ടെയ്നറുകളെ ഉൾപ്പെടെ മറ്റു ഉൽപ്പന്നങ്ങൾ, അവശിഷ്ടങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ആശങ്ക ഉൾപ്പെടെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്ന് മന്ത്രി ഞങ്ങളുമായിട്ടുള്ള യോഗം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ തീരത്തറിഞ്ഞിരിക്കുന്ന മുഴുവൻ കണ്ടെയ്നറുകളും നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം യഥാർത്ഥത്തിലില്ല. കാരണം കുറച്ച് പ്ലാസ്റ്റിക് ഗ്രാനുവൽസാണ് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാനുവൽസാണ് വന്നിട്ടുള്ളത്. അത് വലിയ മലിനീകരണമല്ല. അത് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട കളക്ടർമാരെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. കൊച്ചി തുറമുഖത്ത് 2018 സഫീന എന്നൊരു കപ്പല് മുങ്ങിയിരുന്നല്ലോ. അത് ടാങ്കറായിരുന്നു. 2016 കപ്പൽ മുങ്ങിയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു ആശങ്ക ഇതിന് ആവശ്യമില്ലെന്നാണ് വിഷയം. ഈ ആശങ്ക നിങ്ങളെ കൂടി പരത്തേണ്ടതില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം ഇതിലെ രാസവസ്തുക്കൾ കടന്ന് മീൻ കഴിച്ചാൽ എന്ത് സംഭവിക്കും മനസ്സിലെന്ന് പറഞ്ഞതോടുകൂടി കേരളത്തിലെ മാർക്കറ്റിൽ മീൻ അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇതുവരെ യാതൊരു ബന്ധമില്ലാത്ത വടക്കൻ കേരളത്തിലടക്കം ആരും മീൻ മേടിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ ആശങ്ക ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാമോ? നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. ഈ സംഭവം അന്ന് തന്നെ അവർ പത്രസമ്മേളനം നടത്തി. അവര് TV സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇതിനകത്ത് 12 കണ്ടെയ്നറുകളിലായി കാൽസ്യം കാർബൈഡ് ഉണ്ട്. 1, 2, 13 കണ്ടെയ്നറുകളിലായി രാസവസ്തുക്കളുണ്ട്. ആരും അടുത്ത് പോകരുത്, തൊടരുത്, മുട്ടരുത്, നോക്കരുത്, മുള്ളരുത് തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടത്തിയില്ല. അതാണ് വിഷയം കുഴപ്പത്തിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആശങ്കപ്പെട്ട ഒന്നുമില്ല. യഥാർത്ഥത്തിൽ 12 കണ്ടെയ്നറുകൾക്കകത്തായിട്ട് പാക്ക് ചെയ്ത രൂപത്തിൽ കന്നാസുകളിലായി അടച്ചു ഭദ്രമായ രൂപത്തിലാണ് കാർബൈഡ് കിടക്കുന്നത്. അത് തന്നെ വളരെ കുറഞ്ഞ മലിനീകരണം ഉണ്ടാക്കുള്ളൂ. പിന്നെ ഉള്ളത് ഇതിന്റെ ടാങ്കറുകൾ പൊട്ടിക്കഴിഞ്ഞാൽ എണ്ണ വരുന്ന വിഷയമാണ്. എണ്ണ നീക്കം ചെയ്യാൻ വേണ്ടി ഓയിൽ സ്പിൽ ഡിസ്പേഴ്സേഴ്സ് എന്നറിയപ്പെടുന്ന രാസവസ്തു നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് ഇന്നലെയും മിനിയാന്നും ഇന്നുമായി നമ്മുടെ കോസ്റ്റ് ഗാർഡും നേവിയും അടക്കമുള്ള ഏർപ്പെട്ടിരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ മത്സ്യമേഖലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മത്സ്യത്തൊഴിലാളികളുടെ നിങ്ങൾ ഈ തരത്തിലുള്ള പ്രചാരണവും അതിനെ തുടർന്ന് നിങ്ങളുടെ ഉപജീവന മാർഗത്തെ ഈ പ്രചാരണം ബാധിക്കുന്നതൊക്കെ ഇന്ന് നടന്ന ഈ മന്ത്രിതല ചർച്ചയിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ബോധിപ്പിച്ചോ, മന്ത്രിയെ അറിയിച്ചോ? പിന്നെ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ തീരുമാനം എടുത്തിരിക്കുന്നത്, ഒന്ന്, കേരള തീരത്തുടനീളം മത്സ്യ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മത്സ്യത്തിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചുണ്ടാവുള്ളൂ. കാരണം രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഓർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. 13 കണ്ടെയ്നറൊന്നും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസന മാനവ അതോറിറ്റി തിരിച്ചുവിടണമെന്നാണ്. 2018 ഇതിന്റെ സംഭവിച്ചത്, വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത്. ഈ പ്രസ്ഥാനം നമുക്ക് ആവശ്യമുള്ള നമ്മൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു കപ്പൽ അപകടം, ഒരു കപ്പൽ ഛേദം വന്നിരിക്കാം. ഈ കപ്പൽ ഛേദത്തിന്റെ കാരണം നമ്മൾ പരിശോധിക്കണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കൊച്ചി തുറമുഖത്ത് കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ അദാനി കമ്പനിയിൽ നിന്ന് ആ റിപ്പോർട്ട് കയറിക്കേണ്ടിയിരുന്നു. ഏതൊക്കെ കണ്ടനർ കയറ്റി ചെയ്യുന്നതിനെ സംബന്ധിച്ച റിപ്പോർട്ട് കേരള ഗവൺമെന്റ് കൊടുക്കും. അതിനുള്ള സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കും. അത് വരുമ്പോൾ കണ്ടനർ കയറുന്നത് 643 കണ്ടെയ്നറുകൾ കയറുന്നതാണ്. 43 കണ്ടെയ്നറുകൾ കയറുന്നതാണ് റിപ്പോർട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് രാസവസ്തുക്കളുള്ളത്, അപകടമായ രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ള റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. 12 കണ്ടെയ്നറിനകത്ത് അടച്ചുറപ്പുള്ള രൂപത്തിലാണ് ഈ കാർബൈഡ് ഉള്ളത്. അത് തന്നെയും വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇന്നുകൂടെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് കുഫോസും CIFTയും നിയമഫാറയും അടങ്ങുന്ന വിദഗ്ധ സംഘം പോയി അവിടെ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മത്സ്യങ്ങൾക്ക് വലിയ ഹാനികരം, വലിയ വിശാലമായ കടലാണല്ലോ. അപ്പൊ പിന്നെ അടങ്ങിയിട്ടുള്ളത് 45 കണ്ടെയ്നർ ഒഴുകിയിരിക്കുകയാണ്. ആ കണ്ടെയ്നർ ഒന്നിനകത്ത് പോലും വിഷകരമോ മാലിന്യമായിട്ടുള്ള ഒന്നുമില്ല. ഉള്ള കുറച്ച് പ്ലാസ്റ്റിക് എണ്ണ മാത്രമാണ്. ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ വിഷയം. മറ്റൊന്ന്, എന്തുകൊണ്ട് കപ്പൽ മുങ്ങിയതിനെ സംബന്ധിച്ചുള്ള വ്യത്യാസം. കപ്പൽ സാധാരണ മുങ്ങാറില്ല. സാധാരണഗതിയിൽ കപ്പലിനകത്ത് ഇത്രയും കണ്ടെയ്നറുകൾ വെച്ചിട്ട് 10-70 കണ്ടെയ്നറുകൾ കാലി കണ്ടെയ്നറാണ്. 100 കണ്ടെയ്നറിനകത്ത് കശുവുണ്ട്, തോട്ടണ്ടിയുണ്ട്. പശ്ചിമ ആഫ്രിക്കയിൽ കൊണ്ടുവന്ന തോട്ടണ്ടിയാണ്. അവരുടെ കാര്യം കട്ടപ്പകയായിരിക്കും. മനസ്സിലായിരിക്കുന്നു. എന്തായാലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ഇപ്പോൾ